നൽകുന്ന NDA സഖ്യത്തിനെതിരെ പോരാടാൻ പ്രതിപക്ഷ കൂട്ടായ്മ ഇനി മുതൽ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് അതായത് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടും. രാഹുൽ ഗാന്ധിയാണ് പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. BJPയുടെ വർഗീയ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾക്കെതിരായ പോരാട്ടത്തിന് കരുത്തുറ്റ പോർമുഖം തുറക്കാൻ ബംഗളൂരുവിൽ ചേർന്ന 26 പ്രതിപക്ഷ പാർട്ടികളുടെ യോഗമാണ് പേര് പ്രഖ്യാപിച്ചത്. കൂടാതെ മുംബൈയിൽ ചേരുന്ന മൂന്നാമത്തെ യോഗത്തിൽ 11-അംഗ കോഓർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനിച്ചു. ആരൊക്കെയാണ് സഖ്യത്തിന്റെ മുഖങ്ങൾ എന്ന് ഈ യോഗത്തിലാണ് തീരുമാനിക്കുന്നത്. ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഇനി ഏറ്റുമുട്ടുന്നത് BJPയും ഇന്ത്യയും തമ്മിലായിരിക്കും. ജനാധിപത്യത്തെയും ഭരണഘടനയും തകർക്കാൻ ആസൂത്രിത നീക്കം മോദി സർക്കാർ നടത്തുമ്പോൾ രാജ്യത്തെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നത്. പ്രാദേശികമായ അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ച് വിവിധ കക്ഷികൾ ഐക്യപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ്. പട്നയിൽ നിന്നും ബംഗളൂരുവിൽ എത്തിയപ്പോൾ കക്ഷികളുടെ എണ്ണം 16-ൽ നിന്നും 26 ഈ വളർച്ചയിൽ ഭീതിയിലായ മോദി NDA യോഗം വിളിച്ചു. ഇതുവരെ മുന്നണി നേതാക്കളോട് മിണ്ടാൻ പോലും കൂട്ടാക്കാത്ത മോദി ഇപ്പോൾ ഓടി നടന്ന് പാർട്ടികളെ ക്ഷണിക്കുകയാണ്. BJPയുടെ ഭയം ഇതിൽ നിന്നും വ്യക്തമാണെന്നും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. ദുരിതം അനുഭവിക്കുന്ന കർഷകർക്കും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും മണിപ്പൂർ ജനതയ്ക്കും വേണ്ടിയാണ് പ്രതിപക്ഷ കൂട്ടായ്മയെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പറഞ്ഞു. ആകാശവും ഭൂമിയും ഉൾപ്പെടെ എല്ലാം വിറ്റുതുലയ്ക്കുകയാണെന്നും രാജ്യ താൽപര്യത്തിന് വേണ്ടിയാണ് കൂട്ടായ്മയെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പറഞ്ഞു. ഇന്ത്യ എന്ന ആശയവും മോദിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി.